ഓൾ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് നോക്കാൻ പോകുന്നത് അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താ അടുത്ത 5 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഈ 5 വർഷത്തിനിടയ്ക്ക് വേറെ സംഭവങ്ങളൊന്നും നടന്നില്ല എങ്കിൽ നമ്മൾക്ക് 1 മാർക്ക് കിട്ടാൻ പോകുന്ന ഒരു മേഖല, അതായത് 1 മാർക്ക് ഷുവർ ആണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കേരള മന്ത്രിസഭയിലെ മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ, അവരുടെ മണ്ഡലങ്ങൾ, ഇത് 3ഉം എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് അല്ലെ? നമ്മുടെ ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോവളത്ത് MLA ആയിട്ടുണ്ടായിരുന്ന വിൻസെന്റ്, അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല മുൻ മന്ത്രിമാരുടെ മണ്ഡലങ്ങളും അവരുടെ വകുപ്പുകളും അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാര് സെറ്റ് ആയിട്ടുണ്ട്. അവരുടെ വകുപ്പുകളൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതങ്ങ് പഠിച്ചു വെക്കുകയാണ്. നമ്മൾ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും അതിന്റെ കൂടെ തന്നെ അവരുടെ മണ്ഡലങ്ങളും കൂടി നമ്മൾ കോഡ് വെച്ചങ്ങ് പഠിക്കുകയാണ്. അപ്പൊ ഒറ്റ വെടിക്ക് 3 പക്ഷി: മന്ത്രിമാര്, വകുപ്പുകൾ, അവരുടെ മണ്ഡലങ്ങൾ. ഇത് 3ഉം നമ്മൾ പഠിച്ചു വെക്കണം. 3ഉം പരീക്ഷയ്ക്ക് വരും, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഓരോ കാര്യം, വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഓരോ കോഡുകളും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ 1-2 തവണ ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ ഞാൻ കോഡ് എഴുതിയിട്ടുണ്ട്. 1-2 തവണ ഈ ക്ലാസ് കേട്ടിട്ട്, ക്ലാസ് കേൾക്കുന്ന സമയത്തിന് കോഡ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഒരിക്കലും നിങ്ങൾ കോഡൊന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറയുന്ന സമയത്ത് ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ ഒരു പണക്കാരനെ അല്ലെങ്കിൽ ഞാനൊരു ആടിനെ നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ അത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യം ഓർത്തെടുക്കാനായിട്ടും ആ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ടും സാധിക്കും. അതാണ് നമ്മുടെ ഈ മെമ്മറി കോഡിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അല്ല നമ്മൾ കോഡ് നമ്മളിങ്ങനെ കാണാതെ വെച്ച് നോർത്ത് പറവൂർ അധാനമ്മ മന്ത്രി അങ്ങനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ കോഡ് പഠിച്ച് തീരത്തുമില്ല. കോഡ് പഠിക്കാൻ വേറൊരു കോഡ് പഠിക്കേണ്ടി വരും. അപ്പൊ കോഡിന്റെ പർപ്പസ് എന്താണ്? വിഷ്വലൈസിങ് ചെയ്യണം. അത് വെച്ച് നിങ്ങൾ ഡോട്ടുകൾ കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അല്ലാതെ നമ്മളിത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. നമുക്ക് 5 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, മറക്കല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി തുടങ്ങാം. ഏറ്റവും പ്രധാനം, അതായത് നമ്മൾ പറയും തുല്യരിൽ ഒന്നാമനാണല്ലോ അദ്ദേഹം എന്ന് പറയുന്നത്. സോ VD സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലെ? VD സതീശൻ നമ്മുടെ 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? VD സതീശനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലം ഞാനൊന്ന് പറയട്ടെ. VD സതീശന്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറവൂർ മണ്ഡലമാണ്. നോർത്ത് പറവൂർ ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. VD സതീശന്റെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, അതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ നോർത്ത് പറവൂർ ആണ് മണ്ഡലം. ഓക്കെ, നമുക്ക് പഠിക്കാമത്. ധനം, നിയമം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി. അദ്ദേഹം വഹിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മൾ പറയുന്നത്. പൊതുഭരണം അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. പൊതുഭരണം, മുഖ്യമന്ത്രിയാണല്ലോ, അപ്പൊ പൊതുഭരണം അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. ധനമുണ്ട്, നിയമമുണ്ട്, തുറമുഖമുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ലോട്ടറി ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? പറവൂർ, നോർത്ത് പറവൂർ മണ്ഡലമാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. നമുക്ക് കോഡ് വെച്ച് പതുക്കെ അത് നമ്മുടെ കൈക്കലാക്കാം. ലോട്ടറി അടിച്ചു ഒരാൾക്ക്, ഇപ്പൊ സതീശന് തന്നെ ഇരിക്കട്ടെ, സതീശന് ലോട്ടറി അടിച്ചു. മുഖ്യമന്ത്രിയുടെ പേരൊന്നും ഞാൻ നിങ്ങൾക്ക് കോഡ് വെച്ച് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല അല്ലെ? VD സതീശൻ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് അല്ലെ പോട്ടെ, ഒരു സതീശൻ എന്ന പേരുള്ള ആൾക്ക് നമ്മള് കോഡ് പർപ്പസിന് വേണ്ടി പല കാര്യങ്ങളും പറയും. നിങ്ങളത് കോഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അപ്പൊ VD സതീശൻ അല്ലെ? അപ്പൊ സതീശൻ അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചപ്പോ കയ്യിൽ എന്തുണ്ട്? ധനമുണ്ട്. ഈ ധനം വന്നു കഴിഞ്ഞാൽ ആർക്കും മുഖം ഒന്നും നോക്കാതെ നിയമം മാറ്റി ഇങ്ങനെ പറന്ന് നടക്കാം അല്ലെ? പിന്നെ അവർക്ക് നിയമം ഒന്നും ഒരു ബാധകമല്ല. നിയമം മുഖം നോക്കാതെ എന്ത് ചെയ്യാം? ലോട്ടറി അടിച്ച ധനം കയ്യിലുണ്ടെങ്കിൽ നിയമം ഒന്നും നോക്കാതെ, മുഖം ഒന്നും നോക്കാതെ നിയമമൊക്കെ മാറ്റി
പറന്ന് നടക്കാം അല്ലെ, എവിടെ വേണമെങ്കിലും പൈസ ഉണ്ടെങ്കിൽ പറന്ന് നടക്കാം, നിയമമൊന്നും അവർക്കൊരു തടസ്സമാകില്ല. അവരുടെ മുഖമൊന്നും ആരും നോക്കില്ല, ഇന്ന ആളോ പാവപ്പെട്ട ആണോ അങ്ങനെയല്ല, പണക്കാരനാണ് അല്ലെ, നല്ല കാശുള്ളവനാണ്, അപ്പൊ മുഖം നോക്കാതെ അവർക്ക് വേണ്ടി നിയമം മാറ്റും. ക്ലിയർ ആണോ? അപ്പൊ ലോട്ടറി അടിച്ചു, ലോട്ടറി കൈകളിലുണ്ട് അല്ലെ, ലോട്ടറി അടിക്കുമ്പോ എന്തുണ്ട്? ധനം കൈ വരും, ധനകാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇനി മുഖം നോക്കാതെ തുറമുഖം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, മുഖം നോക്കാതെ നിയമം മാറ്റുക, അപ്പൊ നിയമം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പറന്നു നടക്കാം, പറവൂർനെയാണ് ഞാൻ പറന്നു നടക്കാം എന്നാക്കി മാറ്റിയത്. ഒന്നുകൂടെ പറയട്ടേടാ, ലോട്ടറി അടിച്ച് ധനം കൈ വന്ന സതീശൻ എന്തുണ്ട്? അദ്ദേഹത്തിന് ധനം കയ്യിലുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് നിയമമൊക്കെ മുഖമൊന്നും നോക്കാതെ നിയമം മാറ്റി പറന്നു നടക്കാം എന്നുള്ള കാര്യം മനസ്സിൽ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു കോഡ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് മാർക്ക് വേണം അല്ലെ, നമുക്ക് ഒരു മാർക്ക് വേണം, അത് മാത്രമാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ആ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് ക്ഷമിക്കുമായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇതങ്ങ് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സതീഷിന്റെ കയ്യിൽ എന്ത് വന്നു? പണം, ലോട്ടറി അടിച്ച് ധനം വന്നു, മുഖം നോക്കാതെ നിയമമൊക്കെ അങ്ങ് മാറ്റി പാറിപ്പറന്ന് നടന്നു. അടുത്ത ആളിലേക്ക് പോവുകയാണ്. മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. ആരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി? വ്യവസായം, IT, അതുപോലെ തന്നെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് വരുന്നത് കേട്ടോ. അത് കേരളത്തിലാണ്. അതായത് നമ്മുടെ നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പ് വരുന്നു. അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വകുപ്പായിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണെന്ന് നോക്കിക്കേ. മലപ്പുറം മണ്ഡലമാണ്. ഏതാണ് മണ്ഡലം? മലപ്പുറമാണ് മണ്ഡലം. മലപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്, മലപ്പുറം. അപ്പൊ നമുക്ക് അവിടെ പഠിക്കാം. കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു കുട്ടി എന്ത് ചെയ്യുവാണ്? മലയുടെ മുകളിൽ, കുട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയത്തില്ല അല്ലെ, മലയുടെ മുകളിൽ ഒരു വ്യവസായം തുടങ്ങി. എന്ത് വ്യവസായമാണ്? IT വ്യവസായം. IT-ക്ക് അകത്ത് AI പെടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് അകത്ത് AI വരുമല്ലോ. അപ്പൊ AI-ക്ക് നമ്മൾ പ്രത്യേകം നോക്കണ്ട. അപ്പോ മലയുടെ പുറത്ത് കുഞ്ഞാലിക്കുട്ടി മലയുടെ പുറത്ത് എന്ത് തുടങ്ങുന്നു? IT വ്യവസായം തുടങ്ങി. അപ്പൊ വ്യവസായവും വ്യവസായം തുടങ്ങിയത് എന്ത് വ്യവസായമാണ്? IT വ്യവസായമാണ് തുടങ്ങിയത്. അപ്പൊ ITയും വ്യവസായവും അവിടെ വരുന്നുണ്ട്. മലയുടെ പുറത്ത് എന്ന് വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? മലപ്പുറം എന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി മലയുടെ പുറത്ത് IT വ്യവസായം തുടങ്ങി. കിട്ടുന്നുള്ള വിഷ്വലൈസ് ചെയ്തേക്കണേ. ഇത് വിഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞോളെ, മലയുടെ പുറത്ത് IT വ്യവസായം അദ്ദേഹം തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റണം. അടുത്തയാള് രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പാണ് അല്ലെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം എന്ന് പറയുന്നത് ഹരിപ്പാടാണ്. ആഭ്യന്തരം വിജിലൻസ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം വിജിലൻസ്. അപ്പൊ ഹരിപ്പാട് കോട്ടിലേക്ക് വരട്ടെ. ഞാൻ എന്താണ് ഈ ആഭ്യന്തരം എന്ന് പറയുന്നത്? ഭയങ്കര പാടുള്ള ഒരു പണിയാണ് ആഭ്യന്തരവും, അതുപോലെ തന്നെ വിജിലൻസും അതുപോലെ തന്നെയാണ്. കാരണം ആഭ്യന്തരം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം, പോലീസ്, ഇതെല്ലാം ആഭ്യന്തരത്തിന്റെ കയ്യിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഹോം മിനിസ്ട്രി എന്നാണ് അതിനെ പറയുന്നത്. സോ അപ്പോ ആഭ്യന്തരം കയ്യിലിരിക്കുന്നത് കൊണ്ട് നല്ല പാടുള്ള ജോലിയാണ്. ഈ പാടുള്ള ജോലികൾക്കെല്ലാം തന്നെ നല്ല തലയും വേണ്ടേ? പാടുള്ള ജോലി. അപ്പോ പാടുള്ള പണി ആയതുകൊണ്ട് ആഭ്യന്തരം വിജിലൻസ് എന്ന് പറയുമ്പോൾ അത്രയും വിജിലന്റ് ആയിരിക്കേണ്ട ഒരു ജോലി അല്ലെ, വളരെ വിജിലന്റ് ആയിട്ടിരിക്കേണ്ട ജോലി. അപ്പൊ അതിന് നല്ല പാടാണ് വിജിലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. സോ പാടുള്ള ജോലി ആയതുകൊണ്ട് ആഭ്യന്തരം, വിജിലൻസ് എന്നിവയ്ക്ക് നല്ല തല വേണം. അപ്പൊ എന്താണ്? ഹരിപ്പാട്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ആദ്യം വന്നത്, ഹരിപ്പാട്. അതുപോലെ തന്നെ ആഭ്യന്തരം, വിജിലൻസ്, പാടുള്ള പണി. കൊടുത്തിരിക്കുന്നത് ഏറ്റവും പാടുള്ള പണിയാണെന്ന് ഓർക്കുക. ആഭ്യന്തരം, വിജിലൻസ്, തല വേണം. ചെന്നിത്തല അല്ലെ, ചെന്നിത്തല എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ രമേശ് ചെന്നിത്തല, ഹരിപ്പാട് മണ്ഡലം, ആഭ്യന്തരം, വിജിലൻസ്. നല്ല പാടുള്ള പണി ആയതുകൊണ്ട് ആഭ്യന്തരം, വിജിലൻസ് എന്നിവയ്ക്ക് എന്ത് വേണം? തല വേണം. അടുത്ത ആളിലേക്ക് വരാം. കെ മുരളീധരൻ. ആരോഗ്യം, ദേവസ്വം. വട്ടിയൂർക്കാവാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്.
വട്ടിയൂർക്കാവ്. സോ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു കാവ്, ഇതൊരു കാവാണ്. ഈ കാവില് ഒരു പ്രതിഷ്ഠ, ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മുരളിയുണ്ട്, അല്ലെ? മുരളി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ഫ്ലൂട്ടിനെയാണ് നമ്മൾ മുരളി പറയുന്നത്. ഈ മുരളിയുള്ള ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുവാണ്. എന്തിനു വേണ്ടിയിട്ട്? ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് നല്ല ആരോഗ്യം നൽകണേ എന്നുള്ളതാണ് നമ്മുടെ എക്കാലത്തെയും പ്രാർത്ഥന, അല്ലെ? സമ്പത്തൊക്കെ നമ്മൾ രണ്ടാമതായിട്ട് അപേക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താണ്? ആരോഗ്യം തരണേ ദൈവത്തോട്. അപ്പൊ ഇവിടെയും മാറ്റി പറഞ്ഞിട്ടില്ല, മുരളി കയ്യിൽ വെച്ചിരിക്കുന്നു. അപ്പം കൃഷ്ണനാണെന്ന് ഓർത്താലും കുഴപ്പമില്ല കേട്ടോ, കൃഷ്ണന്റെ കയ്യിലാണല്ലോ മുരളിയുള്ളത്. അപ്പൊ കാവിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. കാവ്, ഒരു കാവ്. ഓക്കെ, അപ്പോ കാവില് നിൽക്കുന്ന മുരളിയുള്ള കൃഷ്ണനോട് അല്ലെങ്കിൽ മുരളിയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്ത്? ആയുസ്സും ആരോഗ്യവും തരണേ, ആരോഗ്യം തരണേ. അപ്പൊ കാവ് എന്താണ്? വട്ടിയൂർക്കാവ്, 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 വട്ടിയൂർക്കാവ്. മുരളി കെ മുരളീധരൻ ദൈവത്തോട്, ദേവസ്വം ബോർഡ് ആരോഗ്യം, ആരോഗ്യം. ഓക്കെ, ആരോഗ്യത്തിനായിട്ട് ദൈവത്തോട് എന്ന് വേണമെന്നില്ല, ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും മതി. കാവിൽ പോയി കയ്യിൽ മുരളിയുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആരോഗ്യത്തിന് ായിട്ട് പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പൊ ദൈവത്തോടെന്ന് പറയുമ്പോൾ അവിടെ ദേവസ്വം ബോർഡ് കിട്ടും, ദേവസ്വം കിട്ടിക്കോളും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഈ ചെറിയ ചെറിയ വാക്കുകളൊക്കെ കിട്ടിയാൽ മതിയോ? കാവ് കിട്ടിയാൽ വട്ടിയൂർക്കാവ് കിട്ടുമോ? കിട്ടുവടാ, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. നിങ്ങൾ ഫുള്ളും ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷനിൽ നിന്ന് കിട്ടിക്കോളും. മുരളീധരന്റെ മണ്ഡലം ഏതാണ്? കാവ് എന്ന ഓർമ്മയുള്ളവർക്ക് നോക്കുമ്പോൾ വട്ടിയൂർക്കാവ്, അല്ലെ? വട്ടിയൂർക്കാവ് അവിടെ കിട്ടിക്കോളും. വട്ടിയൂർക്കാവ്, വട്ടിയൂർക്കാവ്. കാവിൽ പോയി കയ്യിൽ മുരളിയുള്ള ദൈവത്തോട് ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. സണ്ണി ജോസഫ് ആണ്. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി. പേരാവൂറാണ് മണ്ഡലം. വൈദ്യുതിയുണ്ട്, പാർലമെന്ററി കാര്യമുണ്ട്, പരിസ്ഥിതിയുണ്ട്. വൈദ്യുതിയുണ്ട്, പാർലമെന്ററി കാര്യമുണ്ട്, പരിസ്ഥിതിയുണ്ട്. ഓർത്തു വെക്കുക. കറണ്ട് ഇല്ലാത്ത ഒരു പാർലമെന്റ്, നമ്മൾ പറയുന്നത് കറണ്ട് ഇല്ല, ഒരു പാർലമെന്റിൽ കറണ്ട് ഇല്ലാത്ത ഒരു പാർലമെന്റ്. ആ പാർലമെന്റിൽ പേരില്ലാത്ത ഒരു ഉണ്ണി വരികയാണ്. കയ്യിലൊരു പൊരിയുണ്ട്, കയ്യിലൊരു ഉണ്ടം പൊരി, അല്ലെ? നമ്മൾ ഉണ്ടം പൊരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ കറണ്ട് ഇല്ലാത്ത പാർലമെന്റില് പേരില്ലാത്ത ഒരു ഉണ്ണി, കയ്യിൽ എന്തുണ്ട്? പൊരിയുണ്ട്. കറണ്ട് എന്താണ്? വൈദ്യുതി, അല്ലെ? കറണ്ട് എന്താണ്? വൈദ്യുതി. പാർലമെന്ററി കാര്യം. പൊരി എന്ന് പറയുമ്പോ എന്താണ്? പരിസ്ഥിതി. പൊരിയാക്കിയതാ കേട്ടോ, പൊരി. പേരില്ലാത്ത ഉണ്ണി, പേര് മീൻസ് പേരാവൂർ, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് പേര്, പേരാവൂർ മണ്ഡലം. പേരാവൂർ, പേരുള്ള ഊറാണ് പേരാവൂർ, അല്ലെ? ആ പേരുള്ള ഊരിൽ നിന്ന് പേരില്ലാത്ത ഉണ്ണിയാണ് വന്നിരിക്കുന്നത്. ഉണ്ണി മീൻസ് സണ്ണി, ഉണ്ണി മീൻസ് സണ്ണി. കിട്ടിയോ? പേരില്ലാത്ത ഉണ്ണി വരികയാണ്. അപ്പോ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തേ, കറണ്ട് ഇല്ലാതെ ഇരിക്കുന്ന ഒരു പാർലമെന്റ്, അല്ലെ? അത്രയും ഗതികെട്ട ഒരു പാർലമെന്റ്, കറണ്ട് ഇല്ലാതിരിക്കുന്ന പാർലമെന്റില് പേരില്ലാതെ ഒരു ഉണ്ണി വരികയാണ്. ഉണ്ണി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ജനറൽ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന പേരാ, അല്ലെ? ഉണ്ണി, കൊച്ച്, നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ ഉണ്ണികൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ അതൊരു ജനറൽ പേരാണ്, ഒരു സ്പെസിഫിക് പേരല്ല. അപ്പൊ പേരില്ലാത്ത ഒരു ഉണ്ണി വരികയാണ്. ആ ഉണ്ണിയുടെ കയ്യിൽ ഒരു ഉണ്ടം പൊരിയുമുണ്ട് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ കറണ്ട് ഇല്ലാത്ത പാർലമെന്റ്, വൈദ്യുതി, പാർലമെന്ററി കാര്യം അവിടെ വരുന്നുണ്ട്, അല്ലെ? പേരില്ലാത്ത ഉണ്ണി എന്ന് പറയുമ്പോൾ പേരാവൂർ സണ്ണി, അല്ലെ? പേരാവൂർ സണ്ണി, ഉണ്ണി സണ്ണി. അവിടെ കയ്യിൽ പൊരി, പരിസ്ഥിതിയും കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അല്ലെ? പരിസ്ഥിതിയും കൂടി കയ്യിലുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. യെസ്, അടുത്തത് നമുക്ക് നോക്കാം. അനിൽകുമാർ റവന്യൂ വകുപ്പാണ്. വണ്ടന്നൂർ റവന്യൂ വകുപ്പാണ്. AP അനിൽകുമാർ വണ്ടന്നൂർ ആണ് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. വകുപ്പ്. അപ്പോ അനിൽകുമാർ റവന്യൂ വകുപ്പ് വണ്ടൂറാണ് മണ്ഡലം കേട്ടോ, വണ്ടൂറാണ്. അനിയുടെ പുതിയ വണ്ടി, ഈ പുതിയ എടുത്ത് നിങ്ങൾ ന്യൂ എന്ന് ചേർത്താൽ മതി. പുതിയതിന്റെ ഇംഗ്ലീഷ് നമ്മൾ കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പുതിയതിന്റെ ഇംഗ്ലീഷ് എന്താ? ന്യൂ, റവന്യൂ. ഓക്കെ, അല്ലെങ്കിൽ അനിയുടെ പുതിയ റവ വണ്ടി എന്ന് ആലോചിച്ചാലും മതി. റവ വണ്ടി, റവ കൊണ്ടുപോകുക. നമ്മൾ സൂചി, അല്ലെ? റവ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ കേസരിയൊക്കെ വെക്കുന്ന. അനിയുടെ പുതിയ റവ വണ്ടി എന്ന് പഠിക്കാം, അല്ലെങ്കിൽ അനിയുടെ പുതിയ വണ്ടി എന്നും പഠിച്ചാലും മതി. അനിയുടെ പുതിയ വണ്ടി. അപ്പൊ പുതിയ എന്നുള്ളത് ന്യൂ. അപ്പൊ റവന്യൂ, അല്ലെ? വണ്ടിയില് വണ്ടൂര് കിട്ടിക്കോളും. കിട്ടിയോ? ഓക്കെ ആണോ?
അപ്പൊ അനിയുടെ പുതിയ റവവണ്ടി. അപ്പൊ റവന്യൂ പുതിയ ന്യൂ അല്ലെ. അപ്പൊ അനിയുടെ പുതിയ റവന്യൂ അല്ലെങ്കിൽ റവവണ്ടി. അപ്പൊ വണ്ടിയില വണ്ടൂർ കിട്ടും AP അനിൽകുമാർ. അടുത്തയാളെ നമുക്ക് നോക്കാം. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷം, വഖഫ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷം, വഖഫ്. അദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കിക്കേ, മണ്ണാർക്കാടാണ് ഷംസുദ്ദീന്റെ മണ്ഡലം എന്ന് പറയുന്നത്. ഏതാണ്? മണ്ണാർക്കാടാണ്. പാലക്കാട് മണ്ണാർക്കാടാണ് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, സം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സം എന്താണ്? നമ്മൾ മലയാളത്തിൽ അതിനെ അഡിഷൻ എന്ന് പറയും അല്ലെ. ആഡ് ചെയ്യുക കൂട്ടുക എന്നുള്ളത് സമ്മാണ്. ന്യൂനം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് മൈനസിനെയാണ് നമ്മൾ ന്യൂനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾ വിദ്യാഭ്യാസത്തിലാണ് നമ്മൾ സമ്മും ന്യൂനും ഒക്കെ ചെയ്യുന്നത് അല്ലെ. സമ്മും ന്യൂനും ഒക്കെ നിങ്ങൾ സംസുദീൻ എന്ന് പഠിച്ചു വെക്കുക. സംസുദീൻ അതിനകത്ത് സം ഉണ്ട് അല്ലെ. ഷംസുദ്ദീൻ തൽക്കാലം മാറി നമുക്ക് സംസുദീൻ. അപ്പൊ സം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഷംസുദ്ദീൻ കിട്ടണം. സംസുദീൻ, ന്യൂനം. ഇതെല്ലാം നമ്മൾ വിദ്യാഭ്യാസം. ഇനി വിദ്യാഭ്യാസം തുടങ്ങുന്ന ഏതൊരു കുട്ടിയും മണ്ണിലാണ് എഴുതി തുടങ്ങുന്നത് അല്ലെ. വിദ്യാരംഭം അരിയിലും മണ്ണിലും ഒക്കെ അല്ലേ കുട്ടികൾ എഴുതി തുടങ്ങുന്നത്? ആണോ? വിദ്യാരംഭത്തിന് കുട്ടികൾ മണ്ണിൽ എഴുതുന്ന കുട്ടികളുണ്ട്, അരിയിൽ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പൊ മണ്ണിലാണ് ഈ ന്യൂനവും അതുപോലെ തന്നെ അധികവും ഒക്കെ നമ്മൾ എഴുതി തുടങ്ങുന്നത് മണ്ണിലാണ്. മണ്ണാർക്കാട് സമ്മും ന്യൂനവും വഖഫും കൂടെ അതിന്റെ കൂടെ ചേർക്കുക. വഖഫ് അല്ലെ. വഖഫ്, സമ്മ്, ന്യൂനം ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മണ്ണിൽ എഴുതി തുടങ്ങുന്നവയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. സമ്മും ന്യൂനവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് കുട്ടികള് മണ്ണില് എഴുതി പഠിക്കുന്നു അല്ലെങ്കിൽ എഴുതിപ്പിക്കുന്നവയാണ് എന്ന് ഓർത്തു വെക്കുക. മണ്ണാർക്കാട് സംസുദീൻ എന്ന് പഠിക്കുക. സംസുദീൻ കേട്ടോ. ക്ലിയർ. അടുത്തത് PC വിഷ്ണുനാഥിന്റെ വകുപ്പുകൾ നമുക്ക് നോക്കാം. ടൂറിസം ഉണ്ട്, സാംസ്കാരികമുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കുണ്ടറ മണ്ഡലമാണ്. അപ്പോൾ ടൂറിസം, സാംസ്കാരികം അത് രണ്ടും ഒരുമിച്ചാണ് നൽകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ല, നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളെ നിങ്ങൾ നോക്കണം. അവിടുത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് അറിയാവോ? ഒരു സംസ്കാരം ഇല്ലാതെ കുറേ ആളുകൾ, എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ചവറ് നിക്ഷേപിക്കാറുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാത്തുള്ള മാലിന്യങ്ങളും. അവിടെ വേസ്റ്റ് ബിൻ അവിടെ വെറുതെ ഇരിക്കും, പക്ഷെ ബാക്കിയുള്ള ചവറെല്ലാം വെളിയിൽ ഇങ്ങനെ സംസ്കാരമില്ലാതെ അങ്ങ് ഇട്ടിരിക്കും അല്ലെ. അതുപോലെ തന്നെ ടൂറിസം ഏരിയയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. കേരളത്തിൽ ടൂറിസം ഏരിയയിലേക്ക് പോകുന്ന സ്ഥലത്തെ റോഡുകൾ ഭയങ്കര കുണ്ടും കുഴിയുമായിട്ട് കഷണങ്ങളായിട്ട് കിടക്കുമായിരിക്കും റോഡ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ റോഡ് കുണ്ടും കുഴിയുമായിട്ട് കഷ്ണങ്ങളായിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ അങ്ങനെയല്ല എന്നാരും പറഞ്ഞുകൊണ്ട് വരണ്ട. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ. ഞാൻ പറഞ്ഞു വിഷ്വലൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിങ്ങളിങ്ങനെ ആയിരിക്കും, ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ഏതെങ്കിലും ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസിൽ കുറെ ആൾക്കാർ സംസ്കാരമില്ലാതെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, നമുക്ക് അങ്ങനെ വിചാരിക്കാം അല്ലെ, നമ്മളെല്ലാം അടിപൊളിയാണ്. അപ്പൊ കുറെ ആൾക്കാരെന്താ നമ്മൾ വിചാരിക്കുകയാണ്, സംസ്കാരമില്ലാതെ ഈ പറയുന്ന പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ പൊതികളും ഒക്കെ എന്ത് ചെയ്യാണ്? വലിച്ചെറിഞ്ഞിരിക്കുവാണ് അല്ലെ, സംസ്കാരമില്ലാതെ. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന റോഡോ മൊത്തം കുണ്ടും കുഴിയുമായിട്ട് കഷണങ്ങളായിട്ട് കിടക്കുവാണ്. അപ്പൊ ടൂറിസം അല്ലെ, സംസ്കാരമില്ലാതെ എന്ന് പറയുമ്പോൾ അവിടെ സംസ്കാരം വരും. കുണ്ടും കുഴിയും, കുണ്ടറ. കഷണം വിഷ്ണു അല്ലെ. കഷണം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വിഷ്ണുവിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കഷ്ണങ്ങളായി കിടക്കുന്നു. അപ്പൊ വിഷ്ണു അവിടെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നു. വിഷ്ണു കേട്ടോ. വിഷ്ണു എന്നൊക്കെ പറയുന്ന പേര് പഠിക്കാനായിട്ട് നമുക്ക് ഒരു പാടും കാണത്തില്ല, എല്ലാവർക്കും കാണും വിഷ്ണു എന്ന് പറഞ്ഞൊരു ചങ്ക്. അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്ന ഏതെങ്കിലും വിഷ്ണു ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം, കുണ്ടറയാണ് മണ്ഡലം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. എം ലിജു എക്സൈസ് സഹകരണമാണ് അദ്ദേഹത്തിന്റെ വകുപ്പ്. കായംകുളമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. എം ലിജു എക്സൈസ് സഹകരണം. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ബോഡി ബിൽഡൊക്കെ ചെയ്യാൻ സമയത്ത്, നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു അല്ലെ. എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാജു ഒക്കെ കഴിച്ചു തുടങ്ങുന്നത്. കാജു എന്താ? കാജു എന്ന് പറയുന്ന നമ്മുടെ നട്ട് അല്ലെ, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് നമ്മൾ പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ കാഷ്യൂ എന്ന് പറയാറുണ്ട് അല്ലെ. കാജു എന്ന് അതിനെ ഹിന്ദിയിൽ പറയാറുണ്ട്. കാജു കഴിക്കുന്ന എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സ്റ്റാമിന കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ കാജു കഴിക്കും അല്ലെ, എക്സസൈസ്. ഇനി ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സഹകരിക്കണം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ്
കുളമായി പോകും അല്ലെ. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി വഴങ്ങാതെ നമ്മുടെ കഴുത്ത് അങ്ങോട്ട് തിരിഞ്ഞു, കൈ ഒരിടത്ത് തിരിയുവാണെങ്കിൽ മൊത്തം കുളമാകും, എക്സസൈസ് മൊത്തത്തിൽ കുളമാകും അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാജു ഒക്കെ കഴിക്കുന്നത്. അപ്പൊ കാജു ലിജു ആയിട്ട് കണക്ട് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നമ്മളുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ മൊത്തം കുളമാകും. അപ്പൊ എക്സസൈസ് സഹകരണം, സഹകരിച്ചില്ലേ കുളമാകും. എന്താണ്? കായം കുളമാണ്, കുളമാകും. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബോഡി നന്നായിട്ട് സഹകരിക്കണം, ഇല്ലെങ്കിൽ കുളമാകും. അടുത്തത്, ഒരു വനിതയാണ് ബിന്ദു കൃഷ്ണ, തൊഴിൽ വനിതാ ക്ഷീരം. ഓക്കെ, കൊല്ലംകാരിയാണ്. അപ്പൊ നമുക്ക് ഒരു സിനിമയില് ഐ തിങ്ക് കാക്കക്കുയിലാണെന്ന് തോന്നുന്നു, മുകേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, കൊല്ലംകാരുടെ സ്വഭാവം നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് സാധാരണയായിട്ട് കൊല്ലംകാര് കുറച്ച് ടെററാണ്, കൊല്ലംകാരി സ്ത്രീകളും വനിതകളും ഒക്കെ ടെററാണ് അല്ലെ. കൊല്ലംകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അത്തരത്തിൽ ടെററായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ധീരകളായിട്ടുള്ള വനിതകളുള്ള നാടാണ് കൊല്ലം എന്ന് പറയുന്നത്. സോ കൊല്ലംകാരി ധീര വനിത ബിന്ദു പക്ഷെ തൊഴിൽ രഹിതയാണ് കേട്ടോ. അത് കുറച്ച് കൂടുതലാണ്, തൊഴിൽ രഹിതയാണെന്ന് ഓർത്തു വെക്കുക. കൊല്ലംകാരിയാണ്. അപ്പൊ ധീര എന്ന് പറയുമ്പോൾ ക്ഷീര ധീര. വനിതയാണ് നമുക്കറിയാം. വനിതാ ശിശുക്ഷേമം. തൊഴിൽ രഹിതയാണെന്ന് പറയുമ്പോൾ തൊഴിൽ. അപ്പൊ പുള്ളിക്കാരുടെ ഭാഗത്താണ് ക്ഷീര വരുന്നത്. വനിത, ക്ഷീരം, വനിത, തൊഴില്, ഇതെല്ലാം ആരുടെ കയ്യിലാണ്? ബിന്ദു കൃഷ്ണയുടെ കയ്യിലാണ്. കൊല്ലംകാരിയാണ്, അതുകൊണ്ട് കുറച്ച് ധീരത കൂടുതലാണ്. ധീര വനിത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കൊല്ലത്തേക്ക് കണക്ട് ചെയ്തേക്കണം കേട്ടോ. കൊല്ലത്തേക്ക് കണക്ട് ചെയ്തേക്കണമെന്ന് അഭ്യർത്ഥിക്കുവാണ് കേട്ടോ. കൊല്ലത്തേക്ക് കണക്ട് ചെയ്യുക. കൊല്ലം ബിന്ദു കൃഷ്ണ, തൊഴിൽ വനിത, ക്ഷീരം. കൊല്ലംകാരിയായ ധീര വനിതയാണ് ബിന്ദു, പക്ഷേ തൊഴിൽ രഹിതയാണ്. അപ്പൊ തൊഴിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തതും ഒരു വനിതയാണ്, കെ തുളസി. പിന്നാക്കക്ഷേമമാണ്, നമ്മുടെ SC/ST വകുപ്പാണ്. കോങ്ങാടാണ് മണ്ഡലം എന്ന് പറയുന്നത്. കെ തുളസിയുടെ മണ്ഡലം ഏതാണ്? കോങ്ങാടാണ്. പിന്നോക്കക്ഷേമമാണ്, SC/ST വകുപ്പ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ SC വിഭാഗത്തിൽ നിന്ന് ഒരു വനിത നമുക്ക് മന്ത്രിസഭയിലേക്ക് വരുന്നത്. അത് കെ തുളസിയാണ്. ഓർക്കുക, നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് പിന്നിൽ ഒരു കോലാടിനെ കെട്ടിയിരിക്കുകയാണ്. കോലാട്, ആടുകളിൽ കോലാട്, ചെമ്മരിയാട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കോലാട്. ആ കോലാട് വേറെ ഒന്നും കഴിക്കരുത്. തുളസി ഉണ്ടല്ലോ, ആടെന്ന് പറയുന്ന സസ്യബുക്കാണ്. സോ അടുത്തൊരു തുളസി ചെടിയുണ്ട്, ആ തുളസിയാണ് ഈ കോലാട് കഴിക്കുന്നത്. സോ വീടിന്റെ പിന്നെന്ന് പറയുമ്പോ എന്താ? പിന്നാക്കക്ഷേമം. കോലാട്, കോങ്ങാടിനെ ഞാൻ കോലാടാക്കി ഒരു അക്ഷരം എടുത്ത് മാറ്റി മാറ്റി ലായാക്കി. കോലാട്, കോങ്ങാട്. ഭക്ഷണം എന്താണ്? തുളസിയാണ്. അതിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത് അല്ലെ. അപ്പൊ കെ തുളസി ഏതാണ് മണ്ഡലം? കോങ്ങാടാണ് മണ്ഡലം. അപ്പൊ പിന്നിൽ നമ്മൾ വീടിന്റെ പിന്നിലാണ് ഈ കോലാടായതുകൊണ്ട് വീടിന്റെ ഉമ്മർത്തൊന്നും കെട്ടാൻ പറ്റത്തില്ല. സോ നമ്മൾ പിൻഭാഗത്ത് കെട്ടിയിരിക്കുവാണ്. വീടിന്റെ പിൻഭാഗത്ത് ഒരു കോലാട് അപ്പൊ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തേക്കണം. ആ കോലാട് തുളസിയാണ് കഴിക്കുന്നത് അല്ലെ. നമ്മൾ തുളസി എന്നാണ് പറയുന്നത്, തുളസിയാണ് കഴിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. കോലാടിന്റെ ഭക്ഷണം പിന്നിലാണ് കെട്ടിയിരിക്കുന്നത്, പിന്നാക്ക വിഭാഗം. അതുപോലെ തന്നെ കോലാട് ഭക്ഷണം തുളസിയാണ്. ക്ലിയർ ആണോ? വനിതയാണ്. അടുത്തത് ടി സിദ്ദിഖ്, കൽപ്പറ്റയാണ് മണ്ഡലം. ടി സിദ്ദിഖ് കൃഷിയാണ്. കൃഷി നിങ്ങൾ എല്ലാവരും ഒരുവിധം മലയാളികൾ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു, നമ്മൾ പറയാറുണ്ട്, ഒരു രാഷ്ട്രീയ അവലോകനത്തെ കുറിച്ച് പറയുന്ന സിനിമയാണ് സന്ദേശം എന്ന് പറയുന്ന സിനിമ അല്ലെ. നിങ്ങളെല്ലാം കണ്ടിരിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ സന്ദേശം സിനിമയിൽ സിദ്ദിഖ് ചെയ്യുന്ന ഒരു റോളുണ്ട്. സിദ്ദിഖ് അതിൽ കൃഷി ഓഫീസറാണ്. അപ്പൊ സിദ്ദിഖിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കല്ലില് പോലും കൃഷി ചെയ്യുന്ന ആളാണ് അല്ലെ. കല്ലില് പോലും ആ സിനിമയിൽ ഒരു ഭയങ്കര കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് സന്ദേശം സിനിമയിൽ സിദ്ദിഖിനെ കാണിക്കുന്നത്. ഇനി കണ്ടിട്ടില്ലാത്തവരാണ് ജസ്റ്റ് യൂട്യൂബിൽ സന്ദേശം സിദ്ദിഖ് മൂവി സീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂവിയിലെ സിദ്ദിഖിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സന്ദേശം സിനിമയിലെ സിദ്ദിഖിനെ ഓർത്ത് വെക്കുക. കല്ലില് പോലും കൃഷി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. കല്ലില് പോലും കൃഷി ചെയ്യും. കല്ലിലും കൃഷി ചെയ്യുന്ന സിദ്ദിഖ്. അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ സന്ദേശം സിനിമയിലെ സിദ്ദിഖിനെ ഓർത്തു വെക്കുക. കല്ലില് പോലും കൃഷി ചെയ്യും. കൽപ്പറ്റ കൃഷി ചെയ്യും സിദ്ദിഖ്. നമുക്ക് സിദ്ദിഖ് എന്ന് പറയുമ്പോൾ സിനിമ നടൻ സിദ്ദിഖിനെയാണ് ഓർമ്മ വരുന്നത് അല്ലെ. യെസ്. അടുത്തത് OJ ജനീഷ്, നമ്മുടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് OJ ജനീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് കായികവും കൊടുത്തിട്ടുണ്ട്, യുവജനക്ഷേമവും കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂറാണ് മണ്ഡലം എന്ന് പറയുന്നത്. OJ ജനീഷ് അല്ലെ. OJ ജനീഷ്. അപ്പോൾ ഈ യുവജനങ്ങൾ ഉണ്ടല്ലോ, ഈ യുവജനങ്ങൾ ജനിച്ചതേ കൊടി പിടിക്കാനും കായികത്തിനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ.
അപ്പൊ ഏറ്റവും കൂടുതൽ ആ ഭരണിപ്പാട്ട് പറയുന്നത് യുവജനങ്ങളാണ്. അങ്ങനെ ഓർത്തിരുന്നാലും മതി, എങ്ങനെ വേണം നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ യുവജനങ്ങൾ ജനിച്ചത് എന്തിനാണ്? കൊടി പിടിക്കാൻ. ഏറ്റവും കൂടുതൽ കൊടി പിടിക്കുക അല്ലെ, കോളേജ് കാലത്തും സ്കൂൾ കാലത്തും ഒക്കെ കൊടി പിടിക്കുന്നത് യുവജനങ്ങളാണ്. കായികത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് യുവജനങ്ങളാണ്. അതിനകത്ത് ഈ വയസ്സായ ആളുകൾക്കോ തീരെ കുഞ്ഞു പിള്ളേർക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിൽ യുവജനങ്ങളാണ് അല്ലെ. അപ്പൊ അവർ ജനിച്ചത് എന്തിനാണ്? ആ രക്തത്തിളപ്പ്, കൊടി പിടിച്ചവരുടെ രക്തത്തിളപ്പ് കാണിക്കാനും കായികത്തിനും വേണ്ടിയിട്ടാണ്. സോ അവിടെ യുവജനങ്ങൾ ജനിച്ചത്, ജനീഷ് കേട്ടോ, ജനിച്ചത് കൊടി പിടിക്കാൻ. കൊടുങ്ങല്ലൂർ, കൊടി, കൊടുങ്ങല്ലൂർ. കായികം കിട്ടി. യുവജനങ്ങൾ ജനിച്ചതേ കൊടി പിടിക്കാനും കായികത്തിനും വേണ്ടിയിട്ടാണ്. OJ ജനീഷ്, ജനിച്ചതിൽ നിന്ന് ജനീഷിനെ എടുക്കണം, കൊടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ എടുക്കണം. യുവജനം, കായികം. കിട്ടുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ അങ്ങ് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. യെസ്, അടുത്ത ആള് റോജി എം ജോൺ ആണ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അങ്കമാലിയാണ് മണ്ഡലം എന്ന് പറയുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല, അങ്കമാലി. അപ്പൊ നമ്മള് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് പഠിച്ചു? ഷംസുദ്ദീൻ ആണെന്ന് പഠിച്ചു അല്ലെ. ഷംസുദ്ദീൻ ആണ് അദ്ദേഹം. നമ്മൾ പറഞ്ഞു മണ്ണാർക്കാടാണ് മണ്ഡലം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ന്യൂനപക്ഷം അല്ലെ, ന്യൂനപക്ഷ ക്ഷേമം, അതുപോലെ തന്നെ നമ്മുടെ വഖഫ്, അതൊക്കെ ഷംസുദ്ദീൻ ആണ് കൊടുത്തത് നമ്മൾ പഠിച്ചു അല്ലെ. ഇവിടെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം, നമ്മൾ സാധാരണയായിട്ട് ഉന്നതാംഗ സമിതിയിലുള്ള ആൾക്കാരെ നമ്മൾ ജി എന്ന് വിളിക്കാറുണ്ട് അല്ലെ. ജി എന്ന് പറയുമ്പോൾ സാർ അല്ലെ, ജി ഉന്നതാംഗം. അപ്പം ഇവിടെ ജിയുടെ കൂടെ റോജി എന്നും കൂടെ, ജീനെ നിങ്ങൾ റോയും കൂടെ ചേർക്കുക, റോജി ആയിക്കോളും. അപ്പൊ ഉന്നത അംഗമാണ്. ഉന്നതം എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം, അംഗം എന്താണ്? അങ്കമാലി. അപ്പൊ ഉന്നതാംഗ സമിതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഉന്നതാംഗ സമിതിയിൽപ്പെട്ടവരെയൊക്കെ നമ്മൾ ജി എന്നാണ് പറയുന്നത് അല്ലെ. നരേന്ദ്രമോദി ജി, അമിത്ഷാ ജി, അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ. ജി എന്ന് പറയുന്ന ആരാണ്? സർ എന്ന് സൂചിപ്പിക്കുന്ന അല്ലെ. അപ്പൊ ഉന്നത അംഗങ്ങളെയാണ് നമ്മൾ ജി എന്ന് വിളിക്കുന്നത്. ഉന്നത അംഗങ്ങളെയാണ് നമ്മൾ ജി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഉന്നത അംഗങ്ങളെയാണ് നമ്മൾ ജി എന്ന് വിളിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, അങ്കമാലിയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഇനി പി കെ ബഷീർ പൊതുമരാമത്താണ് വകുപ്പ്. ഏറനാടാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഏറനാട്. സോ നമുക്കറിയാവുന്ന നമ്മുടെ ഏറെക്കുറെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ബഷീർ. ആര്? വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. നമുക്ക് ഈ ബഷീറിനെ വൈക്കം മുഹമ്മദ് ബഷീർ ആക്കി മാറ്റിയാലോ? അപ്പൊ പൊതുമരാമത്താണ്. പൊതുവായിട്ട് ഏറെക്കുറെ നാട്ടില് ഏറനാട് അല്ലെ, ഏറെക്കുറെ അറിയാവുന്ന, പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ പൊതുമരാമത്ത്. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഏറനാട്, ഏറെക്കുറെ നാട്ടിൽ അവിടെയാണ് നമ്മൾ ഏറനാട് കിട്ടിയത്. അല്ലെങ്കിൽ ഏറനാട്ടിൽ എന്ന് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഏറെക്കുറെ നാട്ടില് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന അല്ലെ. നമുക്ക് മലയാളികൾക്കെല്ലാം പൊതുവായിട്ട് അറിയാവുന്ന ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഓർത്തു വെക്കുക. അവിടെ ബഷീറിനെ പഠിക്കുക, പൊതുമരാമത്ത്. ഇനി അടുത്തതാ കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം അല്ലെ. വേങ്ങരയാണ് മണ്ഡലം എന്ന് പറയുന്നത്. വേങ്ങര മണ്ഡലം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ആരുടെ കാലമാണ്? ആട് 3 ഒക്കെ ഇറങ്ങി ഷാജിപ്പാപ്പന്റെ കാലമാണ് അല്ലെ. ഷാജി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷാജിപ്പാപ്പനെ ഓർമ്മ വരും. ഷാജിപ്പാപ്പൻ ഒരിക്കലും ഭരണത്തിന് വേണ്ടി മോങ്ങാറില്ല അല്ലെ. ഭരണത്തിന് വേണ്ടി എന്ത് ചെയ്യാറില്ല? മോങ്ങാറില്ല. അപ്പൊ ഞാൻ വേങ്ങര മോങ്ങയാക്കി മാറ്റി. മോങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ വേങ്ങ കിട്ടിക്കോണം കേട്ടോ. മോങ്ങാറില്ല. അപ്പൊ ഭരണത്തിന് വേണ്ടി അടികിടിയൊന്നും കൂടാറില്ല. ഷാജിപ്പാപ്പനെ നിങ്ങൾക്ക് അറിയില്ലേ? പുള്ളിക്കാരന് ഒരു ഒരു കൂട്ടമുണ്ട് അല്ലെ ഷാജിപ്പാപ്പന്. പുള്ളിക്കാരൻ അതുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ്. പുള്ളിക്കാരന് ഭരണമൊന്നും വേണ്ട. അപ്പൊ ഷാജിപ്പാപ്പൻ ഭരണത്തിന് വേണ്ടി മോങ്ങാറില്ല. ഷാജി ഭരണം എന്ന് പറയുമ്പോ എന്താണ്? സ്വയംഭരണം. മോങ്ങാറില്ല. വേങ്ങാറില്ല. മോങ്ങ കിട്ടുമ്പോ വേങ്ങ കിട്ടണം. മോങ്ങ കിട്ടുമ്പോ വേങ്ങ കിട്ടിക്കോണം കേട്ടോ. കിട്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ ഷാജിപ്പാപ്പൻ ഭരണത്തിന് വേണ്ടിയിട്ട് മോങ്ങാറില്ല, വേങ്ങര കിട്ടണം. കിട്ടുമല്ലോ. യെസ്. അടുത്തത് VE അബ്ദുൾ ഗഫൂർ. അപ്പൊ ഈ ഗഫൂർ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ നാടോടിക്കാറ്റാണോ പട്ടണപ്രവേശമാണ്, 2 സിനിമയുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മുടെ ദാസനെയും വിജയനെയും പറ്റിച്ച ഗഫൂർ കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഗഫൂർ കാ ദോസ്ത്.
അപ്പോ ഗഫൂർ അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോ മീൻ പിടിക്കുന്ന ഒരാളാണ് അല്ലെ, മീൻ പിടിക്കുന്ന ആളാണ് ഗഫൂർ. പക്ഷെ ഗഫൂർ കള്ളനാണെങ്കിലും എന്താണ്, നീതി ഉള്ളവനാണ്. അപ്പോ നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മ വരണം, ആ മമ്മൂക്കോയെ ചെയ്ത ഗഫൂർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഗഫൂർ അല്ലെ. അപ്പൊ മീൻപിടിക്കാരനായിട്ടുള്ള ഗഫൂർ കള്ളനാണ് അല്ലെ, അവരെ ദുബായിൽ കൊണ്ട് ഇറക്കാന്ന് പറഞ്ഞ് വിജയനന്ദാസിനെ പറ്റിച്ച് ചെന്നൈയിൽ കൊണ്ടാക്കുന്നു. സോ കള്ളനാണ്, പക്ഷെ നീതിയുള്ളവനാണ്. എന്താണ്, അവരെ കൊന്നൊന്നും ഇല്ലല്ലോ, കൊന്നു വേണമെങ്കിൽ കിഡ്നി എടുക്കാം, അവരെ വേണമെങ്കിൽ അവിടെ വേറെ എവിടെയെങ്കിലും കടലിലെറിയാം. പക്ഷെ നീതിയുള്ളവനായോണ്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്ന് ചെന്നൈയിൽ ഇറക്കി കൊടുത്തു അല്ലെ. അപ്പൊ മീൻ പിടിക്കുന്ന ഗഫൂർ, അപ്പൊ മീൻ പിടിക്കുന്ന ഫിഷറീസ് അപ്പൊ ഗഫൂറിന്റെ വകുപ്പുകള് ഫിഷറീസ് ഉണ്ട്, സാമൂഹ്യ നീതിയുണ്ട്, കളമശ്ശേരിയാണ് മണ്ഡലം. ഗഫൂറിന്റെ മണ്ഡലം കളമശ്ശേരിയാണ്. അപ്പൊ മീൻ പിടിക്കുന്ന ഫിഷറീസ് വരുന്നുണ്ട്. ഫിഷറീസ് കള്ളൻ, കളമശ്ശേരിനെയാണ് ഞാൻ കള്ളനാക്കി മാറ്റിയത്. നീതി, സാമൂഹിക നീതി, നീതി ഉള്ളവനാണ് അല്ലെ. കള്ളനാണെങ്കിലും നീതിയുള്ള കള്ളനാണ്. നമ്മൾ പറയത്തില്ലേ സാറേ ഞാൻ കള്ളനാണെങ്കിലും സത്യസന്ധതയുള്ള കള്ളനാണ്, നേരുള്ള കള്ളനാ എന്നൊക്കെ പറയുന്ന പോലെ ഗഫൂർ, മീൻ പിടിക്കുന്ന ഗഫൂർക്ക കള്ളനാണെങ്കിലും, അപ്പൊ മീൻ പിടിക്കുന്ന ഫിഷറീസ് ഗഫൂർ അബ്ദുൾ ഗഫൂർ, അവിടെ നമ്മൾ പറഞ്ഞു കള്ളനാണെങ്കിലും കളമശ്ശേരി അത് നീതിയുള്ളവനാണ്, സാമൂഹിക നീതി എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് സി പി ജോൺ ഗതാഗതം, ഞങ്ങളുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം MLA ആണ് CP ജോൺ, ഗതാഗതമാണ് ഓർത്തു വെക്കുക. തിരുവനന്തപുരം മണ്ഡലത്തില് തിരുവനന്തപുരത്ത് ഹോൺ നിരോധനം എന്ന് ഓർത്തു വെക്കുക. അവിടെ ഹോൺ അടിക്കാൻ പാടില്ലാത്തൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഹോണ് നമുക്ക് ഗതാഗതമായിട്ട് പഠിച്ചു വെക്കാൻ, ഹോണ് ഗതാഗതമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ വരുന്ന ഒരു സാധനമാണ് വണ്ടിയിലെ ഹോണ് അല്ലെ, ഗതാഗതം. അപ്പൊ തിരുവനന്തപുരത്ത് ഹോൺ നിരോധനം, ഹോണ് ജോണിനെ ഹോണാക്കി മാറ്റുകയാണ്, ജോണിനെ ഹോണാക്കി മാറ്റുക. അപ്പൊ ഹോണിന് നമുക്ക് എന്താക്കാം, ഗതാഗതമായിട്ട് കണക്ട് ചെയ്യാം. തിരുവനന്തപുരത്താണ് ഈ ഒരു നിയന്ത്രണം ഗതാഗതത്തിലുള്ളതെന്ന് ഓർത്തു വെക്കുക. തിരുവനന്തപുരത്ത് അല്ലെ, എന്തുണ്ടെങ്കിലും നമുക്ക് തിരുവനന്തപുരത്തൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തിരുവനന്തപുരത്ത് എന്താണ്, ഹോണിന് നിരോധനമുണ്ട്. അപ്പൊ ഹോൺ നിരോധനം എന്ന് പറയുമ്പോൾ ഗതാഗത നിരോധനമുണ്ട്. CP ജോൺ, ഹോൺ ജോൺ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ജലവിഭവമാണ്. അവിടെ മണ്ഡലം എന്ന് പറയുന്നത് കടുത്തുരുത്തിയാണ്. മണ്ഡലം ഏതാണ്, കടുത്തുരുത്തി. അപ്പൊ തുരുത്തിലെ ജലമാണ് മോനിഷ്ടം. മോൻ എന്ന് പറയുമ്പോൾ സൺ അല്ലെ, നമ്മുടെ മോൻക്ക് ഇഷ്ടം എന്താണ്, തുരുത്തിലെ ജലം എന്ന് പറയുമ്പോൾ നല്ല ജലമാണ് അല്ലെ. തുരുത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അരുവി പോലെ വരുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ തുരുത്തിലെ ജലമാണ് മോനിഷ്ടം. അപ്പൊ തുരുത്ത്, കടുത്തുരുത്തി, ജലം, ജലവിഭവം, മോൻസ് ജോസഫ്. അപ്പൊ തുരുത്തിലെ ജലമാണ് മോനിഷ്ടം, മോൻസ് ജോസഫ് ജലവിഭവം, കടുത്തുരുത്തി. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതുവരെ ക്ലിയർ ആണ്. അടുത്തയാള് ഷിബു ബേബി ജോൺ എന്ന് പറയുന്നത് വനം നൈപുണ്യ വികസനം എന്നിവയാണ്. ചവറയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ചവറയാണ് ഷിബു ബേബി ജോണിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ ഈ അന്ധവിശ്വാസങ്ങളുടെ കാലമാണല്ലോ ഇപ്പോ. അപ്പോ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ചവറൊക്കെ നിറഞ്ഞ്, ഈ വനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിറച്ച് ചവറൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അല്ലെ. ചവറൊക്കെ നിറഞ്ഞിട്ടുള്ള വനത്തില്, ചവർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ വടക്കോട്ട് ചപ്പ്, കൂറ എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ അതിനെയാണ് ചവർ, വേസ്റ്റിനെയാണ് ചവർ എന്ന് പറയാറുള്ളത് കേട്ടോ. അവിടെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ വടക്കൻ കേരളത്തിൽ അത് പറയാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ചവറുള്ള വനത്തില് കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് വന്നു. എന്തിനാ? പുണ്യം കിട്ടാൻ. ഒരു അന്ധവിശ്വാസമാണ് അല്ലെ. പുണ്യം കിട്ടാനായിട്ട് ചവറുള്ള ഒരു വനത്തില് കുട്ടിയെ കൊണ്ടാക്കി, ബേബിയെ കൊണ്ടാക്കിയിട്ട് വന്നു. അപ്പോ എന്താണ്? പുണ്യം, നൈപുണ്യം. ഓക്കെ, നൈപുണ്യം, വനം. നമ്മുടെ വനത്തില് ചവറുള്ള വനം, ചവറ മണ്ഡലമാണ് ചവറുള്ള വനത്തിലെ ബേബി, ഷിബു ബേബി ജോൺ. കിട്ടിയോ? ഷിബു ബേബി ജോൺ. അപ്പോ നൈപുണ്യ വികസനം, വനം. അപ്പൊ നമ്മൾ പറഞ്ഞു പുണ്യം കിട്ടാനായിട്ട് ചവറുള്ള വനം, ചവറയാണ് മണ്ഡലം അല്ലെ. ചവറുള്ള വനത്തില് ബേബിയെ കൊണ്ടാക്കി. ഒരു അന്ധവിശ്വാസമാണ് അല്ലെ. അതങ്ങ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് വൺ, അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണമാണ്. പിറവമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. അനൂപ് ജേക്കബിന്റെ മണ്ഡലം പിറവമാണ്. സോ നമ്മൾ സാധാരണയായിട്ട് ഈ ഭക്ഷണ പൊതികൾ കൊടുക്കുന്നത്
നമ്മുടെ പിറന്നാളിനാണ് അല്ലെ. നമ്മുടെ പിറന്നാളിന് ഭക്ഷണ പൊതികൾ എല്ലാവരും കൊടുക്കാറുണ്ട്. ഭക്ഷണം അല്ലെങ്കിൽ വിതരണം ചെയ്യാറുണ്ടെന്ന് ആലോചിച്ചാലും മതി. ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ വലിയ ചാക്കിലൊക്കെ ആക്കിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. ഒരുപാട് 100-ഉം 150-ഉം ആളുകൾക്ക് നമ്മൾ ഭക്ഷണ പൊതി വിതരണം ചെയ്യുമ്പോൾ നമ്മൾ ചാക്കിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിറന്നാള്, പിറവം, പിറവം, ഭക്ഷണ പൊതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്തു എന്ന് പഠിച്ചാലും മതി. അപ്പൊ ഭക്ഷണം പൊതു വിതരണം കിട്ടിക്കോളും. ചാക്ക്, ജേക്കബിനെയാണ് ഞാൻ ചാക്കാക്കി മാറ്റിയത്. അനൂപ് ജേക്കബ് കിട്ടിയാൽ മതി, അനൂപ് കിട്ടിക്കോളും. അനൂപ് ജേക്കബ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ ഹിന്റ് കിട്ടിയാൽ മതി, ബാക്കി കിട്ടിക്കോളും കേട്ടോ. ഇത് 2-3 തവണ നിങ്ങൾ ഈ ക്ലാസ് കേട്ട് നിങ്ങൾ ആ ഒരു നോട്ടും കൂടെ വായിച്ച് നിങ്ങൾ സെറ്റാക്കി ഇടയ്ക്കൊന്ന് പൊടിയും തട്ടി വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഞാൻ ഷുവർ ആയിട്ട് പറയാം, നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മതി. നിങ്ങൾ 5 വർഷം, അടുത്ത 5 വർഷം നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട സമയം വരെ ഇത് സെറ്റായിട്ടിരുന്നോളും. ഓക്കെ. ജേക്കബ് ചാക്കിലാക്കി ഭക്ഷണ പൊതി പിറന്നാളിന് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു അല്ലെ. ചാക്കിലാക്കി പിറന്നാളിന് ഭക്ഷണ പൊതി വിതരണം ചെയ്യുന്നു. ഭക്ഷ്യ പൊതു വിതരണം. പിറവാണ് മണ്ഡലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സ്പീക്കർ, നമ്മുടെ നിയമസഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കോട്ടയമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു കൊട്ടവഞ്ചിയില് സ്പീക്കറിൽ പാട്ടും കേട്ടു പോകുന്നു. കൊട്ടവഞ്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊട്ടവഞ്ചി. അപ്പൊ കോട്ട എന്ന് പറയുമ്പോ കോട്ടയം. അപ്പൊ വഞ്ചൂർ തിരുവഞ്ചൂർ, വഞ്ചി കൊട്ടവഞ്ചി. സ്പീക്കറിൽ പാട്ട് കേട്ട് പോകുന്നു. അപ്പൊ സ്പീക്കറാണ് അദ്ദേഹം. കൊട്ടവഞ്ചിയിൽ സ്പീക്കറിൽ പാട്ടും കേട്ട് പോകുന്നത് ഓർത്തു വെക്കുക. അപ്പോ എന്താണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയമാണ് മണ്ഡലം എന്ന് പറയുന്നത്. കോട്ടയം സ്പീക്കർ ആണെന്ന് ഓർത്തു വെക്കുക. അതും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി 2026 മെയ് മാസത്തിൽ ചുമതലയേറ്റ പുതിയ മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തില് VD സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. INC-യുടെ വക്താവാണ്, നിങ്ങൾക്കറിയാം. പശ്ചിമ ബംഗാളില് സുവേന്ദു അധികാരിയാണ് കേട്ടോ. പശ്ചിമ ബംഗാളില്. കേരളത്തിൽ കൂടാതെ പശ്ചിമ ബംഗാളിലും ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സുവേന്ദു അധികാരി BJP-യുടെ മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട് C. ജോസഫ് വിജയാണ്. തമിഴക വെട്രിക്കഴകമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. തമിഴ്നാടും പശ്ചിമ ബംഗാളിലും ഒക്കെ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അസമില് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. BJP ആണ് ഹിമന്ത ബിശ്വ ശർമ്മ. പുതുച്ചേരിയില് N. രംഗസ്വാമിയാണ്. അതായത് ഓൾ ഇന്ത്യ NR കോൺഗ്രസും INRCയും കൂടെ ചേർന്നിട്ട് ആ പാർട്ടിയുടേതാണ്, വക്താവാണ് N. രംഗസ്വാമി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കേരളത്തിന്റെ കൂടെ ഇലക്ഷൻ നടന്നത് പശ്ചിമ ബംഗാൾ ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, പുതുച്ചേരി ഉണ്ട്, അസം ഉണ്ട് കേട്ടോ. കേരളത്തിന്റെ കൂടെ തമിഴ്നാട്, ബംഗാൾ, പുതുച്ചേരി, അസം എന്നീ പറയുന്ന 4 സംസ്ഥാനങ്ങളിൽ കൂടി ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിമാരെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന പരീക്ഷയില് മാർക്ക് സെറ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്. കാരണം ഇത് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നു, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതങ്ങ് അടിച്ച് ഉറപ്പിച്ചു വെക്കുക, മണ്ഡലങ്ങളും അവരുടെ വകുപ്പുകളും മന്ത്രിമാരും. കാരണം ഇത് വരുന്ന പരീക്ഷയ്ക്ക് ഇത് പഠിക്കാത്തവരിൽ നിന്ന് പഠിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എഡ്ജാണ്. അത് മറക്കണ്ട. നമ്മൾ മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു.